വല്ലപ്പോഴിങ്ങനെ നക്ഷത്രം എന്നെ കിടക്കുമ്പോഴാണ് വസ്തുമാരെ നമ്മൾ എത്ര നിസ്സാരക്കാരാന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ നിസ്സാരക്കാരാന്ന് മനസ്സിലാക്കാൻ നക്ഷത്രം ഇടേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഒന്ന് കണ്ണാടി നോക്കിയാൽ മതി. നക്ഷത്രം എണ്ണി കിടക്കാണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള വയ്യ ആലോചിക്ക്. കൊടുത്ത പൈസ തീർന്നു കഴിഞ്ഞാൽ ഉസ്മാൻ മേസ്രി ഗുണ്ടകളായിട്ട് പെരലേക്ക് വരും. അതിനു മുമ്പ് നമ്മൾ മുങ്ങും. ഞാൻ ലുക്മാൻ അലി ഫുക്രി, നിങ്ങൾ എൻ്റെ കൂട്ടുകാരൻ. ഫുക്രിന്റെ വടി കൊണ്ട് ചാവാനാ? അതിന് നമ്മൾ ഫുക്രി ബംഗ്ലാവിലേക്കല്ലല്ലോ പോകുന്നത്. പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം, എൻ്റെ അമ്മ വീട്ടിലേക്ക്. അമ്മന്റെ പേരിലേക്കോ? അനാഥാലയത്തിൽ ജനിച്ചു വളർന്നത് നമുക്ക് എവിടെ നിന്നാണ് അപ്പനും അമ്മയൊക്കെ? ഞാനിപ്പോൾ ഓർഫൻ അല്ലല്ലോ. എൻ്റെ ഉപ്പ റംസാൻ അലി ഫുക്രി, എൻ്റെ അമ്മ മടത്തൂർ മഠത്തിലെ ഭാഗ്യലക്ഷ്മി അമ്മാൾ. ഇനിയൊന്നും നോക്കാനില്ല, നമ്മൾ പോകുന്നു അലി ഫുക്രിയുടെ ഭാര്യ വീടായ മടത്തൂർ മഠത്തിലേക്ക്. சீக்கிரம் போடுறா எவுதபி, சாதம் போடு. போட்டுட்டு இருக்கேன். ഇതെങ്ങനെയാണ്ട് തിന്നൊരു മീൻ പൊരിച്ചോണ്ട് സാറേ മിണ്ടായിരിക്കണം നായെ. കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും വേണ്ടി വരുമല്ലോ. കഴിക്കണം നീ. ഇതാണ് എൻ്റെ ഉമ്മുമ്മ. ഉമ്മുമ്മലടാ പാട്ടി. എന്താ വിളിച്ച്? പട്ടീന്നോ? എടാ പാട്ടി എന്ന് പറഞ്ഞ അമ്മുമ്മ, ഉമ്മുമ്മ, മുത്തശ്ശി. ഒരാളെങ്ങൾ എന്തൊക്കെ പേരാ വിളിക്കുന്നത്? അതൊക്കെ നമ്മൾ ഒറ്റ പേരുള്ളൂ, ഉമ്മാമ. ഇത് കഴിക്കുന്ന നീ കോഴി ബിരിയാണി ആണല്ലോ. പാട്ടിയമ്മ ഇതിലെ പാസ് ചെയ്യും. അപ്പം എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചോളണം. എന്തിനൊക്കെ നേരിട്ട് പറഞ്ഞാ പോരെ? അച്ഛനടുത്ത് സംസാരമൊക്കെ പിന്നെ ആവാമല്ലോ. ഭക്ഷണം കഴിക്ക്. ഇങ്ങനെ സാമ്പാർ പോടപ്പാ. അപ്പുറത്തൂടെ നോക്കി എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്ക. പള്ളിന്ന് ബാങ്ക് വിളി കേൾക്കണേ. തീരുമാനമായി. എഴുതാക്ക്. നിന്നോടാ പറഞ്ഞ എഴുതാക്കാൻ. ഇത് റസൂൽ പൂക്കുറ്റി നമ്മളെ മിനിക്കാരനാ. റസൂലേ, ഞാൻ പിന്നെ വിളിക്കാം. ചെറിയ ചൊറയല്ല. താനും അങ്ങോട്ട് എഴുതേക്ക്. മുണ്ടെന്താ ഇങ്ങനെ കൊടുത്തിരിക്കണേ? പാൻറ് കഴിഞ്ഞ് അങ്ങനെ കെട്ടിപ്പണിഞ്ഞ് കുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതാ പിന്നെ മുണ്ടാകുമ്പോ ഒരു കാറ്റും വലിച്ചൊക്കെ ഉണ്ടാവും. മുണ്ടെന്താ ഇടത്തോട്ട് കൊടുത്തിരിക്കണെന്നാ ചോദിച്ചേ. നമ്മളിപ്പോ ഇടത്താണല്ലോ ഭരിക്കുന്നത്. അപ്പൊ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോണ്ട് ഇടത്തോട്ട് കൊടുത്തുള്ളൂ. എന്താ പേര്? മറ്റേ എന്തിനു പറഞ്ഞു? കുഞ്ഞാപ്പ. കുഞ്ഞാപ്പ പേര് മാറ്റാൻ പറഞ്ഞോട് ഒഴിഞ്ഞു ചെയ്താ. തന്റെയോ? ഫുൾ നെയിം പറയടോ. ലുക്മാൻ. ഇത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള സദ്യയാ. അന്യജാതിയിൽപ്പെട്ട നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് കയറിയത്? ഞാൻ ക്രിസ്ത്യാനിയാ. പേര് ഫ്രാങ്ക്ലിൻ. ഓഹോ, അപ്പോ ഇയാളേത് ജാതിയാണാവോ? ഞാൻ ബ്രാഹ്മണനാ. പേര് വസന്തകുമാർ. ആഹാ, തനിക്കൊന്നും അറിയില്ലേ? ഓ, നിങ്ങൾ മനഃപൂർവ്വം കൂട്ടുകാരെ കൊടുത്തിരിക്കാൻ പ്രശ്നം ഉണ്ടാക്കാൻ. என்னடா வெங்கடி, என்ன பிரச்சனை இங்க? ഒന്നുമില്ലക്കാ, ഇവൻ വന്ന് ബ്രാഹ്മണൻ വേറെ കാസ്റ്റിൽപ്പെട്ട പശുക്കളെ ഇങ്ങ കൂട്ടിട്ട് വന്നിരിക്ക്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതല്ല, ഈ ലക്ക ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. ഇന്ന് അവന്റെ അമ്മയുടെ പിറന്നാളാണ്. തന്റെ അമ്മയുടെ പിറന്നാളിന് വല്ലവന്റെ പിറന്നാളിന് സദ്യ അല്ല കൊടുക്കേണ്ടത്. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തു കൂട്ടണം. விடு வெங்கடி, பசி பிராமணருக்கு மட்டும்தான் இருக்கும். மக்கள் ഇരുന്ന് കഴിച്ചോ. ഇത് വല്ലവരും പിറന്നാൾ സദ്യ അല്ല, ഇത് ഇവന്റെ അമ്മയുടെ പിറന്നാൾ സദ്യ തന്നെയാ. ഇവന്റെ അമ്മ ഈ മഠത്തിലെ പണ്ട് അലി ഫുക്രിയുടെ കൂടെ ഓടിപ്പോയ ഭാഗ്യലക്ഷ്മി അമ്മയുടെ മകനായവൻ ലുക്മാൻ അലി ഫുക്രി. കാല് പിടിക്ക്. ഇനി കാല് പിടിച്ചിട്ട് എന്ത് കാര്യം? ബോധം പോയില്ലേ? കുഴപ്പമൊന്നുമില്ല. രാവിലെ മുതൽ ഫുഡ് കഴിക്കാതിരുന്നതിൻ്റെയാ. BP കുറച്ച് ലോ ആയിട്ടുണ്ട്. ഞാനേ തൽക്കാലം ഇഞ്ചക്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ഉപ്പിട്ട കഞ്ഞി കൊടുത്താൽ മതി. ആ പാട്ടിയമ്മക്ക് എന്താ സംഭവിച്ചാൽ ഞമ്മളെ കാര്യം കോഞ്ഞാട്ടിയാവും. പേടിച്ചിട്ടാണോ? ഡോക്ടർ കൈ കഴിഞ്ഞാ തോന്നുന്നത്.
ശ്ശോ, അന്ന് പറഞ്ഞിട്ട് വന്ന ആളല്ലല്ലോ ഇത്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ബ്രാഹ്മണ മഠത്തിൽ പർദ്ദയിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ പാട്ടിമ്മയുടെ കൂടെ കഴിയുമ്പോൾ ഞാൻ ഈ വേഷത്തിലാ. ഓ, അപ്പൊ പാട്ടിയമ്മയ്ക്ക് അറിയോ? അറിയാമെങ്കിൽ അലീഫുക്കയുടെ മകനായിട്ട് പാട്ടിമ്മയുടെ മുമ്പിലേക്ക് ഞാൻ വരാൻ പറയുമോ? ഇവിടെ ഞാൻ ജോലിക്കാരുടെ അകന്ന ബന്ധുവാ. ഹോസ്റ്റലിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ ഇവിടെ എവിടെയായിട്ട് താമസിക്കുന്നേ. ഓ, അപ്പൊ ഡബിൾ റോളാ. ആലിയുടെ അമ്മയുടെ പേര് പറഞ്ഞപ്പോ തന്നെ പാട്ടിയമ്മ ഷോക്കായി. പിന്നെ ഞാൻ കൊച്ചുവനാന്ന് പറഞ്ഞപ്പോൾ ഉള്ള ബോധവും പോയി. വല്ല അറ്റാക്ക് വല്ലതും ആണോ? ഏയ്, ഇതൊന്നുമല്ല. എൻ്റെ അമ്മയുടെ പിറന്നാളിന് പാട്ടിയമ്മ രാവിലെ മുതൽ ഒന്നും കഴിക്കാറില്ല. അന്നദാനം കഴിഞ്ഞിട്ട് ജലപാനം ഉള്ളൂ. അതിന്റെ ക്ഷീണം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ലക്കിയെ കണ്ടതിന്റെ ഷോക്ക്. എന്തൊരു ശരിയായില്ലേ? ഇത് അബുവിന്റെ കിടാമണികൾ, മാല, ഈ സാധനം വിറ്റത്തുണ്ട്, ചന്ദനം എല്ലാം ഒക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. പിന്നെ ഇത് സ്വർണ്ണ പണയം വെക്കരുതേ. പറഞ്ഞ തന്നാ ഇന്ന് രാവിലെ ഓർത്തേ ഉള്ളൂ. ഡോക്ടർ എന്താ പറയണേ? ഡോക്ടർ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. ഗൗതമിയൊക്കെ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ട. പാട്ടിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കോപ്പൊടിയുടെ സ്പെഷ്യൽ സൂപ്പാ. അമ്മ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ലക്കി പാട്ടിയമ്മയുടെ മുമ്പിൽ വെച്ച് ഗൗതമിക്കോട് പറഞ്ഞാൽ മതി. അടുക്കളയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടാം. ഇത് സൂപ്പല്ല, സോപ്പാണ്. പിന്നെ നമ്മൾ തമ്മിൽ ഇവിടെ ഒരു പരിചയമില്ല കേട്ടോ. നീ അതും പറയണോ? മണിക്കുട്ടി. ഓ, ഇതെന്താണ് പശുക്കുട്ടിയുടെ പേരൊക്കെ വിളിക്കണം? ഞാനിവിടെ മണിക്കുട്ടിയാ. നല്ല പേര്. അയ്യോ, ഒന്ന് സഹായിക്കോ? പിടിച്ചോ. ആ, ഒന്ന് അടുക്കളപ്പുറത്തേക്ക് വെച്ചേക്കൂട്ടോ. അത് ശരി. വെറുതെ അല്ല നിന്റെ അമ്മ ഇവിടുന്ന് ഓടിപ്പോയത്. കവലപ്പെടുന്നതൊക്കെ ഒന്നുമില്ലേ. ഡോക്ടർ ഊശി പോട്ട് പോയാച്ച് മാമി ഇപ്പൊ ഓക്കെ. നീ എല്ലാം പോയി ചാപ്പിട്. എങ്ങോട്ട് പോവാ? കഴിച്ചില്ലായാലോ? ഇല്ല, കഴിച്ചിട്ടില്ല. അതല്ല ഇവിടുന്ന് ഓടി കഴിച്ചില്ലായാലോ? ഒന്നും ശരിയാവില്ല. വന്ന്. ലക്കി, അകത്തേക്ക് വാ. പാട്ടിയപ്പ കൂപ്പിടാകെ. സന്തോഷായി. വാ വാ വരൂ. ലക്കി. പാട്ടിയമ്മ കിടന്നോ? ദേഹനൊക്കെ കുഴപ്പമൊന്നുമില്ല. ഭാഗ്യത്തിന്റെ മോനാണെന്ന് പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് തല ചുറ്റിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എല്ലാ വർഷവും ഈ ദിവസം ഞാനിവിടെ വരാറുണ്ട് പാട്ടിയമ്മ കാണാൻ. എന്നിട്ട് ആൾക്കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഇത്തവണ മാത്രമാണ് അബദ്ധം പറ്റിയത്. ഓടിപ്പോയതിൻ്റെ 3-ാം മാസം അവൾ എനിക്കൊരു കത്തെഴുതിയിരുന്നു. ലക്നൌവിൽ നിന്ന് പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞ്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ ആ കത്ത് വലിച്ചു കയറി കളഞ്ഞു. പിന്നെ അവൾ എനിക്ക് എഴുതിയിട്ടില്ല. പാട്ടിയമ്മ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാവും അമ്മ എഴുതാതിരുന്നത്. അമ്മ മരിക്കുന്നത് വരെ പാട്ടിയമ്മയെക്കുറിച്ച് പറയുമായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. ഞാനത് അന്നേ അറിഞ്ഞു. അവളുടെ ജാതകത്തിലുള്ളതൊക്കെ സംഭവിക്കാതെ വയ്യല്ലോ. പാട്ടിയമ്മേ, പക്ഷെ എപ്പനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആൾക്ക് എന്റെ അമ്മ എല്ലാ ദിവസവും സന്ധ്യക്ക് ജാതകം ചൊല്ലിത്തരില്ലേ? ഉണ്ട്, ചോദിച്ചോക്കി. രാമായണം ഉദ്ദേശിച്ചേ ഹനുമാനെ കാണിക്കേ. പൊക്കോടാ, പൊക്കോ. ഇതെന്തത്? ചൂട് കഞ്ഞിയാ. പാട്ടിയമ്മയ്ക്ക് ഇതല്ലല്ലോ പതിവ്. കൂവപ്പൊടിയുടെ സൂപ്പല്ലേ? അതെ, പക്ഷെ ഞാനുണ്ടാക്കുമ്പോഴൊന്നും പാട്ടിയമ്മയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. അതുണ്ടാക്കുന്നത് ശരിയാകാഞ്ഞിട്ടാ. അതെന്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കിയിരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 സ്പൂൺ കൂവപ്പൊടി എടുക്കുക. ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഇളക്കുക. കട്ടയാകാതിരിക്കാനാ. അതെടുത്തിട്ട് നല്ല ചൂട് പാലിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടാ മതി. കഴിഞ്ഞു. എടുത്തിട്ട് വാ. എടുത്തിട്ട് വരാം. ഇതൊക്കെ അവള് തന്നെ പഠിപ്പിച്ചിരുന്നോ? പാട്ടിയമ്മയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആളെ സൂപ്പാക്കാനുള്ള എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയും എൻ്റെ ഫ്രണ്ടാ. ഒരു പിരിക്ക് കുഴപ്പമുണ്ട്.